ഈപ്പന്റെ സ്വന്തമല്ലേ? ഞങ്ങളുടെ ഒരു സീനിയർ ഓറിയന്റൽ സെൻട്രൽ ബാങ്കിലുണ്ട്. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറാണ്. പേര് നാരായണൻകുട്ടി. ഏത് ബ്രാഞ്ച്? ഈപ്പച്ചൻ ചെക്ക് കൊടുക്കുന്ന ബ്രാഞ്ച് പാലക്കാട് മെയിൻ. ഈ നാരായണൻകുട്ടി ആളെങ്ങനെ? 24 hours തന്നെയാ സാറേ, ഫുൾ ടൈം വെള്ളം. ഈ ഞാൻ എത്ര വെള്ളം ഒഴിച്ചാലും കമ്പ്യൂട്ടർ വഴിയുടെ കാര്യത്തിൽ നാരായണൻകുട്ടി കിടിലനാണെന്ന് യുവമാര് പറയുന്നത്. നല്ല ഓർമ്മശക്തിയാണല്ലേ, മെമ്മറി പവർ. അതുകൊണ്ടൊരു കാര്യം സാറേ, ബാങ്ക് ജോലിക്കാരനായിട്ടും എനിക്ക് പെണ്ണ് കിട്ടാത്തതിന് കാരണം ഈ വെള്ളോടി എന്ന ഫാദർ പറയുന്നത്. അത് ചുമ്മാതെ. നല്ല നല്ല അമ്മായപ്പന്മാരുടെ കൈ കിട്ടിയ നാരായണൻകുട്ടി അവർ വെറുതെ വിടുവോ? ഞാൻ നാരായണൻകുട്ടി ഫാദറോട് സംസാരിക്കട്ടെ. അതുകൊണ്ടെന്ത് കാര്യം സാറേ, ഫുൾ ടൈം വെള്ള, 24 മണിക്കൂർ തണ്ണി. ആരെ? ഫാദർ. ഓ, അപ്പൊ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണല്ലേ? അപ്പൂപ്പന്റെ അപ്പൂപ്പനും കുടിക്കും. ഓ, അപ്പൊ തണ്ണീൽ ഫാമിലി ആണല്ലേ? ഇവനൊന്നും എന്റെ ചവിട്ടുകൊണ്ട് ചാവും. നാരായണൻകുട്ടി കേട്ടോ, ഞങ്ങളുടെ ബേബി സാറിന് ഒരു കാര്യം അറിയണം. ഞങ്ങൾ നാരായണൻകുട്ടിയുടെ മെമ്മറി പവറിനെ കുറിച്ച് ഒരുപാട് പൊങ്ങച്ചങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. നാറ്റിക്കരുത്. മെമ്മറി പവറിന്റെ കാര്യത്തിൽ നാരായണൻകുട്ടി ഒരു ഉസ്താദാ സാറേ. എന്തുവേണമെങ്കിലും ചോദിച്ചോ. അർജന്റീനയുടെ മുഖ്യമന്ത്രി, സ്വീഡന്റെ പ്രസിഡന്റ്, ആദ്യമായി നോബൽ സമ്മാനം നേടിയ മംഗോളിയൻ സാഹിത്യകാരന്റെ പേര്, എവറസ്റ്റ് കൊടുമുടിയിലേക്ക് പെടച്ചു കയറിയ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് ചോദിച്ചോ സാറേ. പോരട്ടെ. പിടിച്ചു നിൽക്കാൻ കരുത്ത് തരണേ കർത്താവേ. എനിക്കറിയേണ്ടത് അതല്ല നാരായണൻകുട്ടി. എനിക്കൊരാൾ ഇച്ചിരി കാശ് തരാനുണ്ട്. അയാളുടെ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്കിലാണ്. നാളെ ആദ്യം എനിക്കൊരു ചെക്ക് തരും. അയാളുടെ അക്കൗണ്ടിൽ അത്രയും ക്യാഷ് ബാലൻസ് ഉണ്ടോ എന്ന് അറിയാനാ. ഈപ്പൻ കുണ്ടുകുഴി, മലയിൽ ഈപ്പൻ, പേരങ്ങനെയൊക്കെ ആകാം. അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. അങ്ങനെ വരും. ഈപ്പൻ എന്ന പേരിൽ ഞങ്ങളുടെ ബാങ്കിൽ ഒരു അക്കൗണ്ടേ ഇല്ല. ഒരു മിനിറ്റ്. എന്തോ നാടാ ഇവൻ, യൂസ്ലെസ്. 24 hours തണ്ണി. ബേബിച്ചായ ഇവനിപ്പോ പറഞ്ഞ 100% വിശ്വസിക്കണ്ട.